പി വി അൻവർ വലിയൊരു ആശയക്കുഴപ്പത്തിലും അതിനേക്കാൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. നിലമ്പൂർ മത്സരിക്കണം എന്നാണ് മമതാ ബാനർജി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. അഭിഷേക് ബാനർജിയുടെ അഭിപ്രായവും മൗവ മൊയ്ത്രയുടെ അഭിപ്രായവും അതുതന്നെയാണ്. ഡെറിക് ഓബ്രിയാൻ ഇന്നലെയും മിനിയാന്നും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അൻവർ സാഹിബെ താങ്കൾ തീർച്ചയായിട്ടും നിലമ്പൂരിൽ മത്സരിക്കണം എന്നാവശ്യപ്പെട്ടു. നിലമ്പൂരെ സാധാരണക്കാരായ ആളുകൾ, ഓട്ടോറിക്ഷക്കാർ, ചുവട്ടുതൊഴിലാളികൾ, കൃഷിഫലന്മാർ, സാധാരണ പീഡിക തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ എല്ലാവരും അമ്പുക്ക നിങ്ങൾ മത്സരിക്കും എന്ന് പറയുകയാണ്. അദ്ദേഹത്തിന് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ കായില്ല. ഈ കായില്ലാണ്ട് ഇന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുകയില്ല. വെറും ജനപിന്തുണ കൊണ്ട് മാത്രമേ ഇന്ന് വരെ ഒരാളും നിയമസഭയിൽ എത്തിയിട്ടില്ല, പഞ്ചായത്തിൽ പോലും എത്തിയിട്ടില്ല. കോടിക്കണക്കിന് രൂപ വന്ന് മറിയുന്ന ഒരു ഏർപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിക്കാണെങ്കിൽ കാശിന് യാതൊരു ക്ഷാമവുമില്ല, ബി ജെ പിക്കാണെങ്കിൽ യാതൊരു ക്ഷാമവുമില്ല, കോൺഗ്രസ്സിന് കാശില്ലെങ്കിലും കോൺഗ്രസ്സുകാരുടെ കയ്യിൽ കാശുണ്ട്. ആര്യടൻ ഷൗക്കത്തിന് 10-500 ഒക്കെ കടം കൊടുക്കാൻ നാട്ടുകാരുണ്ട്. പാവ അൻവറിൻ്റെ സ്ഥിതി വല്ലതുമാണോ? അദ്ദേഹം കടം മേടിച്ചാണ് ഇത്ര നാളും പൊതുപ്രവർത്തനം നടത്തിയത്. ഇവിടെ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴാണ് ഐവറി കോസ്റ്റിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ബുർക്കിനോ ഫാസോയിലേക്ക് പോകുന്നത്, അതുമല്ലെങ്കിൽ ബോട്സ്വാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അവിടെ പോകാനും പറ്റുകയില്ല, ഇവിടെ നിന്ന് മാറാനും പറ്റുകയില്ല. കയ്യിലാണെങ്കിൽ 4 കാശില്ല, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല എന്ന് മെഹബൂബ് പാടിയ പാട്ടിൻ്റെ അവസ്ഥയിലാണ് പാവം അമ്പൂക്കാൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദമുണ്ട്. മമതാ ദീദി കാൽക്കട്ടയിൽ നിന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനി പുള്ളിക്ക് വരെ സജി മഞ്ഞക്കടമ്പനെ നിർത്താമെന്ന് വെച്ചാലും കാശ് വേണമല്ലോ, കാശാണല്ലോ ഇല്ലാത്തത്. അങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മത്സരിക്കില്ല എന്ന് പുള്ളി കാലത്ത് പറഞ്ഞു. ഉച്ചയായപ്പോൾ പിന്നെ മനസ്സ് മാറ്റി, വൈകുന്നേരമായപ്പോൾ മത്സരിച്ചേക്കാം എന്ന് തീരുമാനിച്ചു. ഇനി നേരം വെളുക്കുമ്പോഴത്തേക്കും പിന്നെയും പുള്ളിയുടെ മനസ്സ് മാറാൻ സാധ്യത. കാരണം കയ്യിൽ കാശില്ല എന്നുള്ളതാണ്. കാശുണ്ടായിരുന്നെങ്കിൽ പുള്ളി നിലമ്പൂർ സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ പുല്ലും പൂക്കളും എന്ന ചിഹ്നത്തിൽ മത്സരിച്ചാൽ. പുള്ളി മത്സരിച്ചെങ്കിൽ സ്വരാജ് തോറ്റൻ, ആര്യടൻ ഷൗക്കത്തിൻ്റെ കെട്ടിവെച്ച കാശ് പോയാൽ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, കയ്യിൽ കാശില്ല. അതുകൊണ്ട് പിണറായിസത്തെയും സതീശനിസത്തെയും ഒരുമിച്ച് എതിർക്കാൻ ഈ നാട്ടിൽ ഒരാളില്ലാണ്ടായിപ്പോയി. പിന്നെ ഇതിനെ രണ്ടിനെ എതിർക്കാൻ ശക്തിയുള്ളൊരു കൂട്ടർ ബി ജെ പിക്കാരാണ്. അവരാണെങ്കിൽ നിലമ്പൂർ മത്സരിക്കാനും ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഒന്നുകിൽ സതീശനിസം ജയിക്കും, അതിൻ്റെ പ്രതിനിധിയായ ഷൗക്കത്ത് ജയിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ക്ലോൺ എന്ന് പറയാവുന്ന എം സ്വരാജ് ജയിക്കും. രണ്ടായാലും നിലമ്പൂരുകാരുടെ കാര്യം കട്ടപ്പോക. എന്തിനു വേണ്ടിയിട്ട് അമ്പൂക്ക ബുദ്ധിമുട്ടി MLA സ്ഥാനം രാജിവെച്ചു എന്ന ആളുകൾ ചോദിച്ചാൽ മറുപടി പറയാൻ ഒന്നും തന്നെ ബാക്കിയില്ല. ഇതാണ് പുള്ളിയുടെ അവസ്ഥ. ഇതാണ് ഇന്നിപ്പോൾ PV അൻവർ അഭിമുഖീകരിക്കുന്ന വലിയൊരു ധാർമ്മിക പ്രതിസന്ധി, വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി. MLA സ്ഥാനം പോയനല്ല, പുള്ളി രാജിവെച്ചതുകൊണ്ട് 4 കാശിന് കൊള്ളാത്ത ആര്യാടൻ ഷൗക്കത്ത് MLA ആവും, അല്ലെങ്കിൽ മഹാധാർഷ്ട്യക്കാരനായ സ്വരാജ് MLA ആവും. അപ്പോൾ രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടത, വെറുക്കപ്പെടേണ്ടത, ചെറുക്കപ്പെടേണ്ടുന്ന വലിയ പ്രതിസന്ധികളാണ്, വലിയ വിപത്തുകളാണ്. ഇതാണ് പുള്ളിയുടെ പ്രശ്നം. അൻവർ UDF സഹായിക്കാൻ തയ്യാറാണ്, പക്ഷേ എന്ത് ചെയ്യാം, UDF സഹായിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം LDF നിന്ന് പോകുന്നത്. പക്ഷേ UDF അദ്ദേഹത്തിൻ്റെ പിന്തുണ വേണ്ട, അദ്ദേഹമായിട്ട് ഒരു ബന്ധവും പുലബന്ധവും ഇല്ല എന്നാണ് UDF നേതാക്കളെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. കെ സുധാകരൻ പോലും ഇപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. പാണക്കാട് തങ്ങൾക്കും PK കുഞ്ഞാലിക്കുട്ടിക്കും ഷിബു ബേബി ജോണിനും CP ജോണിനും ഒക്കെ അൻവറിനോടൊരു സോഫ്റ്റ് കോർണറുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഈ VD സതീശൻ ഒരു പറവൂർ മുസോളിനിയായിട്ട് നിൽക്കുകയാണ്. അത് പിണറായി വിജയൻ്റെ ഒരു കോൺഗ്രസ് വേർഷനാണ് സതീശൻ. സതീശൻ പറയുന്നത് അൻവർ പോയ വഴിക്ക് പോട്ടെ, അൻവറിൻ്റെ പിന്തുണ ഇല്ലാതെയും ഇവിടെ ജയിക്കാൻ പറ്റും. ഞാനും ഷാഫിയും വിഷ്ണുനാഥും വിചാരിച്ചാൽ ഷൗക്കത്തിനെ പുല്ല് പോലെ ജയിപ്പിക്കാൻ പറ്റും എന്നാണ്. പിന്നെ ലീഗുകാരുടെ പിന്തുണയുണ്ട്. കാര്യം വലിയ വർത്തമാനമൊക്കെ പറയുമെങ്കിൽ ലീഗുകാർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കൈപ്പത്തിക്കാരനെ വോട്ട് ചെയ്യും, അത് ഉറപ്പാണ്. അപ്പോൾ അത് മതി എന്നാണ് സതീശൻ പറയുന്നത്, അത് പോരാ എന്നാണ് അൻവർ പറയുന്നത്. അൻവർ പറയുന്നത് ഷൗക്കത്ത് തോറ്റു. എന്നാൽ ആ സ്വരാജ് ജയിക്കുമോ എന്ന് ചോദിച്ചാൽ അതിനും മറുപടിയില്ല. സ്വരാജ് തോക്കും, ഷൗക്കത്ത് തോക്കും, പിന്നെ ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരവില്ല. ഇപ്പോൾ ഷൗക്കത്തിൻ്റെ നമ്മുടെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്കൊരാവശ്യമുള്ളൂ, ഒരേ ഒരാവശ്യമുള്ളൂ, ചെറിയ ആവശ്യമാണ്. അതായത് UDF ചെയർമാൻ സ്ഥാനത്ത് നിന്നും സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും VD സതീശനെ മാറ്റണം. എന്നിട്ട് അൻവർ പറയുന്ന ആരെങ്കിലും ഒരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരണം.
അൻവർ ഏതെങ്കിലും ഒരാളുടെ പേര് പറയും, അത് നമുക്കറിയാം. നേരത്തെ അത് MLA സ്ഥാനം രാജിവെച്ചപ്പോൾ പറഞ്ഞു ഈ നിലമ്പൂർ മണ്ഡലത്തിൽ എനിക്ക് പകരം VS ജോയി മത്സരിക്കും. അതുപോലെ അൻവറിൻ്റെ ഡിമാൻഡ് വളരെ ചെറുതാണ്. UDF ചെയർമാൻ സ്ഥാനത്ത് നിന്ന് BD സതീശനെ മാറ്റണം. ഒന്നുകിൽ BD സതീശൻ സ്വയം മാറണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇടപെട്ട്, അല്ലെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇടപെട്ട് സതീശനെ മാറ്റണം. സതീശൻ്റെ സ്ഥാനത്ത് അൻവർ പേര് പറഞ്ഞിട്ടില്ല. പേര് ഉടനെ പറയും. അൻവർ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് പറയാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേര് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയുന്ന ആളെ ആ സ്ഥാനത്ത് ഇരുത്തിയാൽ മതി. ആ സെക്കൻഡിൽ അൻവർ സകല ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തിരുത്തി പറഞ്ഞ്, അപ്പോൾ ഷൗക്കത്ത് യോഗ്യനാന്ന് പറയില്ല, മറ്റു കാര്യങ്ങളൊക്കെ തിരുത്തി അദ്ദേഹം പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. പുള്ളി UDFൻ്റെ സ്വന്തക്കാരനാവാൻ തയ്യാറാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസ്സുകാർക്ക് വിവരമില്ല, ബുദ്ധിയില്ല, വിവേകമില്ല. അതുകൊണ്ട് സതീശൻ തന്നെ UDF ചെയർമാനായിട്ട് തുടരുന്നു, കേരളത്തിൽ പ്രതിപക്ഷ നേതാവായിട്ട് തുടരുന്നു. ഇനി അഥവാ ആരെങ്കിലും പൊട്ടഭാഗ്യത്തിന് UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ തയ്യാറായി നിൽക്കുന്നു. ഒന്ന് ആലോചിച്ചു. അൻവർ ഈ ത്യാഗം ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? അൻവറിന് ഒരു കൊല്ലം കൂടി MLA ആയിട്ട് ഇരിക്കാമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ അൻവർ തന്നെ പറയുന്ന പോലെ UDFകാർ അദ്ദേഹത്തെ തൊഴിലേറ്റിക്കൊണ്ട് നടന്നേനെ. മാണി സി കാപ്പൻ്റെ നിലയിലെത്തിയാണ്. മാണി സി കാപ്പൻ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചു. ജോസ് കെ മാണി അവിടെ നിന്ന് കൂട് പൊളിച്ച് LDFിലേക്ക് വന്നപ്പോൾ കാപ്പൻ UDFകാരനായി. കാപ്പനെ ഉടനെ തന്നെ UDFകാരെടുത്ത് തോളത്ത് വെച്ചു. കാപ്പൻ വീണ്ടും മത്സരിച്ചു. ജോസ് കെ മാണിയെ തോൽപ്പിച്ചു. കാപ്പനിപ്പോൾ പാലായിൽ MLA ആയിട്ട് നടക്കും. ഇതാണ് ബുദ്ധിയുള്ള കാപ്പനും ബുദ്ധിയില്ലാത്ത അൻവറും തമ്മിലുള്ള വ്യത്യാസം. അൻവറിന് ബുദ്ധിയില്ല, വിവേകമില്ല എന്നുള്ളതുകൊണ്ട് പുള്ളി MLA സ്ഥാനം രാജിവെച്ചിട്ട് UDFനെ നന്നാക്കാൻ ഇറങ്ങി. MLA ആയിട്ട് തുടർന്നാൽ മതിയായിരുന്നു. ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ LDFനോട് സലാം പറഞ്ഞ് UDFിൽ ചേർന്നിരുന്നെങ്കിൽ ഈ സീറ്റ് അദ്ദേഹത്തിന് കൊടുത്തേനെ. പക്ഷേ എന്ത് ചെയ്യാം? പോയ ബുദ്ധി ആന പിടിച്ചാലും പോരുകയില്ല, അൻവർ പിടിച്ചാൽ ഒട്ടും പോരുകയില്ല. അല്ലാണ്ട് BD സതീശനെ മാറ്റിയിട്ട് ഇനി UDFനെ സഹായിക്കാമെന്ന് അൻവർ വിചാരിച്ചാൽ നടപ്പുള്ള കച്ചവടമല്ല. ഇത് കേൾക്കുന്ന എല്ലാവരും ചിരിക്കും. ചിരിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം അൻവറിൻ്റെ ബുദ്ധി ശരീരത്തിൻ്റെ തെറ്റായ ഭാഗത്താണ് ഇരിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ട് ഞാൻ തന്നെ കരഞ്ഞുപോയി. ഇത്ര നല്ലൊരു മനുഷ്യൻ, എന്തൊരു ഐസ് ഫ്രൂട്ട് പോലത്തെ മനസ്സ്. പക്ഷേ എന്ത് ചെയ്യാം? വകതിരിവ് വട്ടപ്പൂജ്യം എന്ന് പറയുന്നത് പുള്ളിയുടെ കാര്യത്തിൽ 100% 101% ശരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.